ഐഫയെ കുറിച്ച് പറയാനാണെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ള വെച്ചാൽ ഞാൻ ഒരിക്കലും നേരിട്ട് കാണാതെ ഒരു വർക്ക് കൊടുത്ത ഒരേ ഒരു ആൾക്കാർ നിങ്ങൾ ഐഫയുടെ ആൾക്കാരാണ്. കാരണം വെച്ചാൽ ഞാൻ നിങ്ങളെ കുറിച്ച് അറിയുന്നത് ഫേസ്ബുക്ക് വഴി കണ്ട ഫേസിലിട്ട ഒന്ന് രണ്ട് വീഡിയോസ് കണ്ടിട്ടാണ് നിങ്ങളുടെ വർക്കിനെ കുറിച്ച് തന്നെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ആക്കിയിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നു. പിന്നെ അപ്പോൾ ഫേസ്ബുക്കിനോട് പറഞ്ഞു ഓക്കെ ഞാൻ വിസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ വന്ന് വിസിറ്റ് ചെയ്തു. വന്ന് ചെയ്തതിന് ശേഷം നോക്കിയതിന് ശേഷം ഓക്കെ നമുക്ക് ഏതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഐഡിയ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ നിങ്ങൾ എനിക്കൊരു ഇത് തരാമെന്ന് പറഞ്ഞു, ഇത് പിക്ചറാക്കി തരാമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് നിങ്ങൾ അത് വന്ന് നോക്കിയതും വന്ന് കണ്ടപ്പോൾ നമ്മൾ വന്ന് കണ്ടപ്പോൾ ഉള്ള അതിൽ നിന്നും അപ്പാടെ മാറ്റിയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മള് വന്ന് കണ്ടതിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ ആദ്യം വന്നതിൽ നിന്നൊക്കെ വളരെ വ്യത്യാസമായിട്ട് കാരണം വെച്ചാൽ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും വളരെ നല്ല വൃത്തിയിൽ ചെയ്തു എന്നുള്ള അത് തന്നെയല്ല മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മളൊന്നും അറിയണ്ട എന്നുള്ളതാണ്. എനിക്ക് നിങ്ങളുടെ കമ്പനിയെ കുറിച്ച് തന്നെ ഏറ്റവും വലിയ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വാട്സപ്പ് വഴി ബന്ധപ്പെടുന്നതല്ലാതെ നമുക്ക് ഡയറക്റ്റ് വരാനോ അല്ലെങ്കിൽ ഈ വർക്ക് നടന്നപ്പോഴൊന്നും നമ്മൾ വിടില്ല. ഏറ്റവും ഇഷ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുള്ളതാണ് എനിക്ക് ഐഫയെ കുറിച്ച് തോന്നുന്ന ഏറ്റവും നല്ല ഇത്. അപ്പോൾ ആർക്കും ധൈര്യമായിട്ട് ഏത് വിദേശത്തിരിക്കുന്ന ആൾക്കാർക്കും നിങ്ങളുടെ കയ്യിൽ വർക്ക് തരാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. ഒരു വർക്ക് നിങ്ങളെ ഏൽപ്പിച്ചാൽ ഏറ്റവും റിസൾട്ട് കഴിഞ്ഞ് നിങ്ങൾ ചാവി നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കും. നമ്മൾ വന്ന് താമസിക്കാൻ തയ്യാറായിട്ട് വന്നാൽ മതി. കിടക്കാനുള്ള ബെഡ്ഷീറ്റ് പോലും വിരിച്ചിട്ടാണ് നിങ്ങൾ പോയേക്കുന്നത്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ എനിക്കത് അതിലാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത്. ഇതുവരെ യാതൊരു പരിചയമില്ലാത്ത ആൾക്കാര് പിന്നെ അപ് ടു ഡേറ്റ് ആണ്. നമ്മൾ ഏത് നൈറ്റിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഫൈസൽക്ക അതിന് റിപ്ലൈ ചെയ്യുന്നു. അതൊരിക്കലും ഈ ബിസി ഷെഡ്യൂളിൽ അങ്ങനെ ആരും ചെയ്യുന്നതല്ല. പക്ഷെ അതാണ് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വൺ ഓഫ് ദി ബെസ്റ്റ് ക്വാളിറ്റി. എന്നുവെച്ചാൽ നമുക്ക് ടെൻഷൻ ഫ്രീ ആണ്. നമ്മള് എന്താകും നമ്മളിങ്ങനെ ടെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ അപ്പോൾ തന്നെ നിങ്ങൾ മെസ്സേജ് ഇങ്ങനെ റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അത് വൺ ഓഫ് ദി ബെസ്റ്റ് ക്വാളിറ്റി. ധൈര്യമായിട്ട് ആരോടും റെക്കമെൻഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആരോടും പറയാൻ പറ്റും. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ഐഫക്കാരെ കോൺടാക്ട് ചെയ്തു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നിങ്ങൾ അറിയേണ്ട നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യവും ചെയ്തു നിങ്ങളെ അവർ ചാവി ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മളെ ഗ്യാരണ്ടി. നമ്മൾ അതിന് ഇതാണ് നമ്മൾ കണ്ട കാര്യമാണ് നമ്മൾ പറയുന്നത്. അല്ല നമുക്കിപ്പം അല്ലാതെ ഒന്നും പറയേണ്ട കാര്യമില്ല. സ്റ്റുഡൻസിനെ പോലും ഞാൻ കാണിച്ചപ്പോൾ അവർ പറഞ്ഞ മാം ദിസ് ഇസ് ദ ബെസ്റ്റ് വൺ ഓഫ് ദ സെലക്ഷൻ എന്നാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ NRIs ഒക്കെ ഫ്ലാറ്റ് അല്ലാതെ വലിയ വീടൊക്കെ ആയിരിക്കും നോക്കുന്നത്. പക്ഷെ ഇതിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എല്ലാം ഫുൾ ഫർണിഷ്ഡ് അല്ല, നല്ല രീതിയിൽ ഞാൻ ചെയ്തു എന്നുള്ളത് ഒരു പെർഫെക്ഷൻ. അതായത് എല്ലാവരും ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും മീൻസ് ഔട്ട്സൈഡ് എബ്രോഡുള്ള ആൾക്കാരും ഇംപ്രസ്ഡ് ആണ് നിങ്ങളുടെ വർക്കിൽ. അത് വൺ ഓഫ് ദ ക്വാളിറ്റിയാണ് നിങ്ങളുടെ. കാറ് ഒരു ഓഫീസായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഞങ്ങളുടെ ടീമൊക്കെ കാർ തന്നെയാണ്. ഇന്നലെ നമ്മൾ ഫൈസൽ പാനൂരിന്റെ വർക്ക് കഴിഞ്ഞ് അവിടെ പോയി അതിന്റെ ലാസ്റ്റ് ഫിനിഷിങ്ങിൽ ആയിരുന്നു. ഫൈസൽ ഭായിയുടെ സന്തോഷം, ആ വീടിന്റെ ഭംഗിയൊക്കെ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ തന്നെയാണ് യഥാർത്ഥ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇന്നിപ്പോ പീസ് വില്ലേജിന്റെ വർക്കാണ്, അത് വയനാട്. ഇപ്പോൾ ഉള്ളത് തൊട്ടിൽപ്പാലത്താണ്, ഞങ്ങളുടെ ബ്രാഞ്ചിലാണ്. ഈ യാത്രകളൊക്കെ നമുക്ക് ഒരു മടുപ്പും തരാതിരിക്കുന്നത് ഈ കേട്ട വാക്കുകൾ പോലുള്ള ഒരുപാട് വാക്കുകൾ കേൾക്കുമ്പോഴാണ്. പഴയ പോലെയല്ല, ഇപ്പോൾ ഓൺലൈൻ കാലഘട്ടമാണ്. ഒരുപാട് സർവീസുകൾ നമ്മൾ ഓൺലൈനായി തന്നെയാണ് നേടുന്നത്. പ്രവീൺ ഭായ് ഈ വർക്ക് നമ്മളെ ഏൽപ്പിച്ചു തന്നത് വിദേശത്ത് ഇരുന്നു കൊണ്ട് തന്നെയാണ്. ആ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്നു. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട് ഇത്തരത്തിൽ നിങ്ങളുടെ നിർദ്ദേശാനുസരണം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് എല്ലാം കേട്ടതിന് ശേഷം ഇതേപോലെ വർക്ക് ഫിനിഷ് ചെയ്ത് തരാൻ ഞങ്ങൾ റെഡിയാണ്. ഇത്തരത്തിലുള്ള വർക്ക് ഉണ്ടെങ്കിൽ ധൈര്യമായി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ, ഞങ്ങൾ സഹായിക്കാം. മാത്രമല്ല വിശ്വസിച്ച് വർക്ക് ഏൽപ്പിച്ചു തന്ന പ്രവീൺ ഭായ്ക്കും ഫാമിലിക്കും ഐഫയുടെ ഹൃദയം നിറഞ്ഞ നന്ദി.